എനിക്ക് പറയാനുള്ളത് ശ്രീ അനിൽകുമാർ ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിൽ നിന്ന് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ കണ്ണുനീരും കുടുംബത്തിൻ്റെ കണ്ണുനീരും നിങ്ങൾ നിങ്ങളുടെ പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കരുത്. പ്രത്യേകിച്ച് ദേശാഭിമാനി പത്രത്തിനോടും കൈരളി ചാനലിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. ഞങ്ങൾ കൈരളി ചാനലും ദേശാഭിമാനിയും അപവാദ പ്രചരണം നടത്തി ഞങ്ങളുടെ മരണപ്പെട്ട അനിലിനെയും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ പോലും ദ്രോഹിക്കുന്ന സമീപനമെടുക്കുന്നതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായിട്ടുമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ വക്കീൽ നോട്ടീസുകൾ അയച്ചു കഴിഞ്ഞു, കേസുകൾ ഫയൽ ചെയ്തു കഴിഞ്ഞു. അതുമായിട്ട് മുന്നോട്ട് പോകും. ഞങ്ങളുടെ പ്രവർത്തകരുടെ ശവത്തിൽ കുത്താനും ഞങ്ങളുടെ പ്രവർത്തകരുടെ ആത്മാവിനെ ക്രൂശിക്കാനും ഒരു മാധ്യമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല. ഒരു രാഷ്ട്രീയക്കാരനെയും അനുവദിക്കില്ല. അങ്ങേയറ്റം വരെ പോരാടേണ്ടതെല്ലാം പോരാടി മുന്നോട്ട് പോകും. ഇത്ര മാത്രമേ പറയാനുള്ളൂ. ദേശാഭിമാനിയോടും കൈരളിയോടും ഇത്രയേ പറയാനുള്ളൂ. നിങ്ങളുടെ മൂന്നാംകിട രാഷ്ട്രീയം ഞങ്ങളുടെ പ്രവർത്തകരുടെ ശവശരീരത്തിന്റെ പുറത്ത് വേണ്ട എന്നാണ് കൈരളിയോടും ദേശാഭിമാനിയോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.